ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിശ്വസിക്കാൻ പറ്റില്ല. ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് സിത്താര മേഡം അവൾ അവിടെ തന്നെ നിർത്തിയിരിക്കുകയാണെങ്കിലോ? കുറച്ച് കഴിഞ്ഞിട്ട് കൃഷ്ണനെ ഒന്നുകൂടെ വിളിച്ചു നോക്കാം. കിട്ടിയില്ലെങ്കിലേ സിത്താര മേഡത്തിന്റെ ഫോണിലേക്ക് ഒന്ന് വിളിക്കാം. അല്ലാതെ എന്ത് ചെയ്യാനാ? സാറേ, അയ്യോ സാറ് മോൻ തുടക്കുമായിരുന്നു. അയ്യോ സാറേ, ഗാതമ്മ അവിടെ നിൽക്കുന്ന കാര്യം ഞാൻ കണ്ടില്ലായിരുന്നു. സോറി. അതിനിപ്പോ എന്താ? അയ്യോ എന്റെ പൊന്നു സാറേ, ഇങ്ങനെ ഒരു സിറ്റുവേഷനില് ഞാനെന്നല്ല ആര് വന്നാലുവേ സ്വർഗത്തിലെ കട്ടുറുമ്പ. നടന്നോട്ടെ നടന്നോട്ടെ. എടോ, ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അയ്യോ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടായിക്കോട്ടെ സാറേ, അതിനിപ്പോ എന്താ ഇത്ര കുഴപ്പം? ഈ മാണിക്കുഞ്ഞ് എപ്പോഴും കളിയാക്കല. ഞാനിപ്പോ പഴയ സ്ട്രിക്റ്റ് ബിസിനസ്സുകാരൻ എന്നതിൽ നിന്ന് ഒരു കാമുകനിലേക്ക് മാറിയെന്ന അയാളുടെ അഭിപ്രായം. തനിക്കങ്ങനെ തോന്നുന്നുണ്ടോ? അതെ, നമുക്കിപ്പോ ലൈസൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ സംസാരിക്കുന്നതിനും അടുത്ത് നിൽക്കുന്നതിനും തൊടുന്നതിനൊന്നും ഒരു പ്രോബ്ലവും ഇല്ല. ഞാനേ എന്നകത്തോട്ട് ചെല്ലട്ടെ. ഏയ്, കണ്ടോ? വീട് നവീൻ, ഞാൻ പോട്ടെ. ഗാഥ, കണ്ടില്ലേ എന്തിനാ അവളിപ്പോ പുറത്തേക്ക് ഇറങ്ങിയത്? നവീൻ പുറകെ വരുന്ന അറിഞ്ഞിട്ടല്ലേ? അതൊന്നും ആയിരിക്കില്ല. അവള് ഫോൺ എടുക്കുന്നത് കണ്ടല്ലേ. ഹോസ്പിറ്റലിലോ മറ്റോ വിളിച്ചതായിരിക്കും. അതൊക്കെ അവള് കാണിക്കുന്ന വെറും സെന്റിമെന്റ്സ് ആയിരിക്കും. എല്ലാം കഴിഞ്ഞ് എന്റെ കയ്യിൽ അവളെ കിട്ടും. കണക്ക് ഞാൻ അന്ന് തീർക്കും. ഡോക്ടർ, പേഷ്യന്റ് കണ്ണു തുറന്നു. തങ്കം, തങ്കം, കണ്ണു തുറന്നോളൂ തങ്കം. ഒന്നും പേടിക്കണ്ട കേട്ടോ. ഓപ്പറേഷനൊക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഒരു പ്രശ്നവുമില്ല. ഡോക്ടറെ, കൃഷ്ണമോൾ എവിടെ? എനിക്ക് അവളെ കാണണം. സിസ്റ്ററെ, ആ കുട്ടി പുറത്തുണ്ടെങ്കിൽ ഒന്നിങ്ങോട്ട് വേഗം വരാൻ പറയൂ. ഡോക്ടർ. തങ്കം, മോൾ ഇപ്പൊ വരും കേട്ടോ.
പേഷ്യന്റ് കണ്ണൂർന്നു. എവിടെ അവരുടെ മോള്? കൃഷ്ണ ഒന്ന് പുറത്തു പോയിരിക്കുകയാണല്ലോ. പേഷ്യന്റ് കൃഷ്ണയെ കാണുന്നു പറഞ്ഞു. ഇപ്പൊ വരും സിസ്റ്ററെ, പെട്ടെന്ന് തന്നെ വരും. തങ്കേച്ചിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ആരോഗ്യം തൃപ്തികരമാണ്. ഇപ്പോ പേഷ്യന്റ് മാനസികാവസ്ഥ ഒരുവിധം ഓക്കെയാണ്. അത് നിലനിർത്തണമെങ്കിൽ അവരാഗ്രഹിച്ച പോലെ ആ കുട്ടിയെ കാണണം. നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ വരുത്താൻ നോക്ക്. അവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞോന്നറിയില്ലല്ലോ. ഗോപാലേട്ടനൊന്ന് അവളെ വിളിച്ചു നോക്ക്. നേഴ്സ് പറഞ്ഞ കാര്യം കൃഷ്ണയോട് പറഞ്ഞാൽ മതി. അവൾ എങ്ങനെയും ഓടി വന്നോളൂ. കുറച്ചു മുമ്പ് കൃഷ്ണമോൾ എന്നെ വിളിച്ചതാ, ഇപ്പൊ കിട്ടുന്നില്ല. അയ്യോ, ഗോപാലേട്ടൻ ഇപ്പൊ എന്ത് ചെയ്യും? നേഴ്സ് വീണ്ടും വന്ന് ചോദിച്ചാലോ? ചിലപ്പോ കൃഷ്ണ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയായിരിക്കും. വിശ്വസിക്കാൻ പറ്റില്ല. ഫോൺ പിടിച്ചു വാങ്ങിയിട്ട് സിത്താര മേഡം അവൾ അവിടെ തന്നെ നിർത്തിയിരിക്കുകയാണെങ്കിലോ? കുറച്ച് കഴിഞ്ഞിട്ട് കൃഷ്ണയെ ഒന്നുകൂടെ വിളിച്ചു നോക്കാം. കിട്ടിയില്ലെങ്കിലേ സിത്താര മേഡത്തിന്റെ ഫോണിലേക്ക് ഒന്ന് വിളിക്കാം. അല്ലാതെ എന്ത് ചെയ്യാനാ?